ഇപ്പോൾ നമ്മൾ പറയുകയാണ് മിസ്സേ ഇങ്ങനെ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ക്ലാസ് വേണം അല്ലെങ്കിൽ ലാബ് സെറ്റാക്കി തരണം എന്ന് പറയുകയാണെങ്കിൽ മിസ് അപ്പത്തിൽ നമുക്ക് സെറ്റാക്കാം എന്നാണ് പറയുക. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് സന്ദീപ് MP. എൻ്റെ വീട് മലപ്പുറം ജില്ലയിലെ ചുങ്കത്ര എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. ഞാൻ ഇപ്രാവശ്യത്തെ SBI ജൂനിയർ അസോസിയേറ്റ് എക്സാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ച് എനിക്ക് വളരെ നല്ലൊരു ഫ്രണ്ട് സർക്കിൾ കിട്ടി. അവരുടെ കൂടെ ലാബിലിരുന്ന് മോക്ക് ടെസ്റ്റൊക്കെ അടിച്ചതിൻ്റെ ഒത്തിരി ഗുണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ബാങ്ക് എക്സാമിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മൾ സിലബസ് ചെറുതാണ്, കുറച്ചേ പഠിക്കാനുള്ളൂ. പക്ഷേ നമ്മൾ സ്പീഡ് കൂട്ടുക എന്നുള്ളതിനകത്താണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ ക്വസ്റ്റ്യൻ സെലക്ഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ നല്ലപോലെ മോക്ക് ടെസ്റ്റ് ചെയ്യണം. അതുപോലെ ഇവിടുന്ന് തരുന്ന മെറ്റീരിയൽ ആദ്യം ചെയ്യണം. ഇവിടുന്ന് തരുന്ന മെറ്റീരിയൽ ചെയ്യുന്ന വെച്ചാൽ അപ്പോഴേ ബേസ് ക്ലിയർ ആവത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ റെഗുലറായി എല്ലാ ദിവസവും മിനിമം ഒരു മോക്ക് ടെസ്റ്റിങ്ങിൽ ചെയ്യണം. ആ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്നിട്ട് അത് അനലൈസ് ചെയ്യണം. അപ്പോഴേ നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ നമ്മൾ ഏത് ടോപ്പിക്കിലാണ് വീക്ക്, ഏത് ടോപ്പിക്കിലാണ് സ്ട്രോങ് എന്നുള്ള കാര്യം. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് സന്ദീപ് MP. എൻ്റെ വീട് മലപ്പുറം ജില്ലയിലെ ചുങ്കത്ര എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. ഞാൻ ഇപ്രാവശ്യത്തെ SBI ജൂനിയർ അസോസിയേറ്റ് എക്സാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത് ACE ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഓരോ സ്റ്റാഫിനോടാണ്, അതേപോലെ എൻ്റെ പാരൻസ്, ഫ്രണ്ട്സ്, എൻ്റെ വെൽവിഷേഴ്സ്. ഞാനൊരു BSc മാത്തമാറ്റിക്സ് ഗ്രാജുവേറ്റ് ആണ്. ഗ്രാജുവേഷന് ശേഷമാണ് ഇങ്ങനെ ഏത് കരിയർ ചൂസ് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ ബാങ്കിങ് കരിയറാണ് എനിക്ക് ബെസ്റ്റ് എന്ന് തോന്നിയത്. അങ്ങനെയാണ് ഞാൻ ഇൻ്റർനെറ്റിൽ ഇങ്ങനെ സെർച്ച് ചെയ്തു, ഇവിടെ അടുത്ത് ഏത് നല്ലൊരു ബാങ്ക് കോച്ചിങ് ആണുള്ളത്. അങ്ങനെയാണ് ACE ചൂസ് ചെയ്യുന്നത്. ഞാൻ ACEലോട്ട് വന്നപ്പോൾ എനിക്ക് അടിപൊളിയായി തോന്നി. കാരണം ഇവിടെ കൃത്യമായ മെറ്റീരിയൽസ് തരുന്നുണ്ട്, ടീച്ചേഴ്സ് നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മളെ. അതേപോലെ ഒരു മെൻറ്റർ ഉണ്ട് നമുക്ക് ഓരോ ബാച്ചിനും. അതേപോലെ ഇവർ നമുക്ക് ലാബ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ലൈബ്രറി ഫെസിലിറ്റി ഉണ്ട്. ഞാനൊക്കെ ലാബ് നല്ലപോലെ യൂട്ടിലൈസ് ചെയ്തൊരു വ്യക്തിയാണ്. അവിടെ ചെല്ലും, ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ ഇരുന്ന് മോക്ക് ടെസ്റ്റ് ചെയ്യും. അതൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടി. എൻ്റെ ഒരു പഠന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കൂടുതലും ലാബിൽ ഇരുന്ന് തന്നെയാണ് പഠിച്ചത്. എനിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ പഠിക്കുന്നതാണ് കുറച്ചും കൂടി ഇഷ്ടമായി തോന്നിയത്. കാരണം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്കറിയാത്ത വല്ല ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാൻ പറ്റും, അവർക്കറിയാത്ത ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഓരോ വ്യക്തികളുടെയും സ്റ്റഡി രീതി വ്യത്യസ്തമായിരിക്കും. അത് നിങ്ങൾ സ്വയം കണ്ടെത്തണം. ഇപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു ലാബിൽ പോയി ഇരുന്ന് പഠിക്കുന്നതാണ് ഇഷ്ടം. വേറെ ചിലർക്ക് ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ നിങ്ങളത് സെലക്ട് ചെയ്യുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ എല്ലാ ദിവസവും ഒരു മോക്ക് ടെസ്റ്റെങ്കിലും കൺസിസ്റ്റൻ്റായി ചെയ്തിരിക്കണം. അത് പ്രിലിംസ് ആയിക്കോട്ടെ, അതേപോലെ മെയിൻസ് ആയിക്കോട്ടെ. പ്രിലിംസിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ മെയിൻസ് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം പിന്നീട് മെയിൻസിന് നിങ്ങൾക്ക് അധികം സമയം കിട്ടണമെന്നില്ല പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഡെയിലി ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുക, അത് അനലൈസ് ചെയ്യുക. അത് അനലൈസ് ചെയ്തിട്ട് ഏതാണ് നിങ്ങളുടെ വീക്ക് ടോപ്പിക് എന്ന് മനസ്സിലാക്കുക, ഏതാണ് നിങ്ങളുടെ സ്ട്രോങ് ടോപ്പിക് എന്ന് മനസ്സിലാക്കുക. വീക്ക് ടോപ്പിക്കിനെ ഒരു ആവറേജ് ലെവലെങ്കിലും എത്തിക്കാൻ നോക്കുക. അതേപോലെ സ്ട്രോങ് ടോപ്പിക് അതേപോലെ നിലനിർത്താൻ ശ്രമിക്കുക. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ എക്സാമിൽ ഏറ്റവും ആദ്യം വേണ്ടത് ആൻറ്റിസിപ്പേഷനാണ്. ആൻറ്റിസിപ്പേഷൻ എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് അറിയണം ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യനാണ് വരാൻ പോകുന്നതെന്ന്. അതറിയണമെങ്കിൽ നിങ്ങൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കണം. എത്രത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നോ അത്രത്തോളം നമ്മൾ ആ ഒരു സബ്ജക്റ്റിൽ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം, സമയമെടുക്കും. കുറച്ച് സമയം എന്തായാലും എടുക്കും. പെട്ടെന്ന് കിട്ടണമെന്നില്ല, ചിലപ്പോൾ പെട്ടെന്ന് കിട്ടുന്നവരും ഉണ്ടാവാം. അത് ഓരോരുത്തരുടെ കാലിബർ അനുസരിച്ചാണ്. എനിക്ക് കുറച്ച് സമയം എടുത്തു, കുറച്ച് പ്രിപ്പയർ ചെയ്യേണ്ടി വന്നു. നമ്മൾ ഓരോ സബ്ജക്റ്റിലും ഓരോ ടോപ്പിക്കിലും ഇമ്പ്രൂവ് ചെയ്ത് വരും. അങ്ങനെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കുക എന്നുള്ളതിനകത്താണ് കാര്യം. കൺസിസ്റ്റൻസിയാണ് ഈ എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ നമ്മുടെ സ്പീഡ് ഓട്ടോമാറ്റിക്കലായി കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ക്രാക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. സന്ദീപ് ഹാർഡ് വർക്ക് ചെയ്തിട്ട് മാത്രം വാങ്ങിയിട്ടുള്ള ഒരു വിജയം തന്നെയാണ്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഈ 1 year എന്ന് പറയുമ്പോൾ 6 months 7 months ആണ് എന്ത് പറയുന്നത് നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ ശേഷം ബാക്കി ടൈം എന്ന് പറയുന്നത് നമ്മൾ
നിങ്ങൾക്ക് ലാബ് യൂസ് ചെയ്യുക. ലാബ് നിങ്ങൾ കുറെ ആൾക്കാർ പോയി യൂസ് ചെയ്തിട്ടുണ്ടാവും, ചെയ്യാത്ത ആളുകളുണ്ടാവും. ലാബ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ റീഡിങ്ങും നിങ്ങൾക്ക് യൂസ് ചെയ്യുക. നമുക്ക് മുഴുവൻ നമ്മൾ സബ്ജക്റ്റ് മാത്രം പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. റെഗുലർ ആയിട്ട് എന്ത് ചെയ്യണം? മോക്ക് ടെസ്റ്റ് ചെയ്യണം. നിങ്ങൾ നമ്മുടെ കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്കും സബ്ജക്റ്റും ഏകദേശം കവർ ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ ശേഷം എന്ത് വേണം? അത് വെച്ചിട്ട് മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം എന്താക്കാൻ? നമ്മുടെ മാർക്ക് സ്കോർ ഇമ്പ്രൂവ് ആക്കി വരാനേ. നമ്മളൊരു ആവറേജ് ആണെങ്കിലും മതി, അത് കൺസിസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യുക? വർക്ക് ചെയ്ത് പോവാന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത്.